ലിസാനുൽ ഖുർആൻ. ഓക്കെ. നുക്കമ്മിലു ബിൽ മുനാസിബി കമാ ഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? അനുയോജ്യമായതുകൊണ്ട് മുനാസിബ് കൊണ്ട് എന്ത് ചെയ്യാം? നുക്കമ്മിലു നമുക്ക് പൂർത്തിയാക്കാം. കണ്ടോ? നുക്കമ്മിലു എവിടെ? നുക്കമ്മിലു നമുക്ക് നുത്തമ്മിമു അല്ലേ? പൂർത്തിയാക്കാം. അപ്പോൾ ഉദാഹരണം, ഫസ്റ്റ് ഉദാഹരണം ഹാദിഹി ബക്കറത്തുൻ അല്ലേ? ഹാദിഹിൽ ഏറ്റവും ഇതിനോട് യോജിച്ചതാണ് ബക്കറത്തുൻ. പശുവിനോട് യോജിച്ചതാണ് ഹാദിഹിയാണ്. അപ്പോൾ ഹാദിയുടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് നീ എഴുതണം. രണ്ടാമത്തത് സദീഖി എന്നുണ്ട്. രണ്ടാമത്തെ അവിടെ ഏതാ ശരി? പറഞ്ഞു എഴുതണം. അത് എഴുതണം. സദീഖി. അടുത്ത രണ്ടാമത്തത് ദജാജത്തുൻ. അതിന് ഏതാ ശരി? തിൽക്ക ദജാജത്തുൻ. ദാലിക്കല്ല അല്ലേ? പെണ്ണാണ്. അപ്പോൾ തിൽക്ക 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 ദജാജത്തുൻ. അടുത്തത് ഇനി മൂന്നാമത്തത് അന്തി ദാരിസത്തുൻ. അന്ത ദാരിസത്തുൻ. ഏതാ ശരി? അന്തി ദാരിസത്തുൻ. പെണ്ണാണ് അല്ലേ? ദാരിസ് എന്നാണെങ്കിൽ അന്ത അല്ലേ? അന്തി ദാരിസത്തുൻ. അടുത്തത് ഹിയ ദാരിസുൻ അന ദാരിസുൻ. ഏതാ ശരി? അന ദാരിസുൻ. ദൂരം എൻ്റെ അടുത്ത് എഴുതി കൊടുക്കുന്നു. പോട്ടെ. അന ദാരിസുൻ. നെക്സ്റ്റ് നസ്വിലു യാഇനെ ചേർക്കാം. നമുക്ക് യാഇനെ ചേർക്കാം. വനക്തുബു എന്നിട്ട് എഴുതും ചെയ്യാം. കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ മിസാലിൽ ഉള്ളതുപോലെ ഒരു രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ടോ? ഒന്ന് ഹാദ അബുൻ. ഇത് ഉപ്പയാണ്. ദിസ് ഈസ് ഫാദർ അല്ലേ? അപ്പോൾ ഇത് എൻ്റെ ഉപ്പയാണ്. എങ്ങനെ പറയാം? പറയും ഹാദ അബി. അതേപോലെ രണ്ടാമത്തത് ഹാദിഹി ഉമ്മുൻ. ഇത് ഉമ്മയാണ്. അപ്പോൾ ഇത് എൻ്റെ ഉമ്മയാണെന്ന് എങ്ങനെ പറയാം? എഴുതൂ. ഹാദിഹി ഉമ്മി. നെക്സ്റ്റ് മൂന്നാമത്തത് ദാലിക കിതാബുൻ. അത് പുസ്തകമാണ്. അത് എൻ്റെ പുസ്തകമാണെന്ന് എങ്ങനെ പറയാം? എഴുതൂ. കാഫിൻ്റെ കുറച്ച് നീണ്ടുന്നുണ്ട്. കിതാബി കിതാബി. അടുത്തത് എത്രാമത്തെയാണ്? നാലാമത്തത് തിൽക്ക ഹിറത്തുൻ. അത് പൂച്ചയാണ്. തിൽക്ക ഹിറത്തീ അല്ലേ? അതെൻ്റെ പൂച്ചയാണ്. അത് എൻ്റെ പൂച്ചയാണ്. ബാത്തായി ഇതേ വേട്ടോ ഈ ഹിറത്തി എന്നുള്ളത്. അടുത്തത് 5 ഹിയ ഉഖ്തുൻ. അത് സഹോദരിയാണ് അല്ലേ? അവൾ അവൾ എന്നൊക്കെ പറയാം. ഹിയ സഹോദരിയാണ്. അപ്പം അത് എൻ്റെ സഹോദരിയാണ്. എങ്ങനെയാ? ഹിയ ഉഖ്തി. എഴുത്. ഹിയ ഉഖ്തി. നെക്സ്റ്റ് ആറാമത്തത് ഹുവ സ്വദീഖുൻ. അത് ഫ്രണ്ടാണ് അല്ലേ? അവൻ ഫ്രണ്ടാണ്. ഹുവന അത് അവൻ അല്ലേ? അവൻ ഫ്രണ്ടാണ്. അവൻ എൻ്റെ ഫ്രണ്ടാണ്. ഹുവ സ്വദീഖി. നെക്സ്റ്റ് എന്ത് ചെയ്യുക? നഉദ്ദുൽ അഷ്യാഅ വനക്തുബുഹാ ബിൽ അർഖാമി വബിൽ ഹുറൂഫി കമാ ഫിൽ മിസാലി.
നഅുദ്ദുൽ അഷിയ, ഈ വസ്തുക്കൾ സാധനങ്ങളെ എണ്ണണം, നമുക്ക് എണ്ണാം. എന്നിട്ടോ വനക്തുബുഹ, എണ്ണിട്ട് എണ്ണേ പോരാ, എണ്ണിയത് എഴുതും വേണം. എണ്ണങ്ങളെ എഴുതണം. ബിൽ അർക്കാമി, നമ്പർ കൊണ്ട്, റക്കമുകളെ കൊണ്ട്. പിന്നെ വബിൽ ഹുറൂഫി, അക്ഷരത്തിലും. കമാഫിൽ മിസാരി, ഉദാഹരണത്തിലുള്ള പോലെ. അപ്പോൾ ഫസ്റ്റ് അർക്കാമ്, പിന്നെ ഹുറൂഫ്. നോക്ക്, ഒന്നാമത്തതിൽ അൽ അഷിയാ. എന്താ അഷിയാ? അക്ലാം, പേനകളാണ് അല്ലേ? അക്ലാം അല്ലേ? എത്ര അക്ലാമുണ്ട്? സലാസത്തു അക്ലാമിൻ അല്ലേ? സലാസത്തുൻ. അപ്പോൾ നമ്പർ എഴുതി കൊടുക്കുക. സലാസത്തും കൂടെ എഴുതിയിട്ടുണ്ട്, അപ്പുറത്ത് അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ എഴുതണം. അടുത്തത് എത്ര ഉണ്ട്? എണ്ണ്. വാഹിദ്. ഇതെന്താ ബാമിയ അല്ലേ? വേണ്ടല്ലേ? ആ, അവിടെ നിന്ന് കിട്ടും, വലത്തുനിന്ന് കിട്ടുന്നത്. واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية. واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية. لا هذا أبا ثمانية. ثمانية. إني ثمانية أيضا. ثمانية. ثمانية. ഓക്കെ, നെക്സ്റ്റ് എത്ര ഉണ്ട്? പൂച്ച. واحد اثنان ثلاثة ഇസ്നാൻ സലാസ അർബ. ഓക്കെ, അർബ. ഇത് രണ്ട് രണ്ടിടാം. ഓക്കെ, അർബ. ആ അർബ തുൻ, അർബഅത്തുൻ. ഇനി അടുത്തത് എത്ര ഉണ്ട്? അമ്പജ്. واحد اثنان മാഞ്ച. واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية تسعة. تسعة. അതിനൊന്നും ഉഷാറാക്കണം കേട്ടോ. അങ്ങനെ അപ്പുറത്ത് കൂർപ്പായിട്ട് ഇങ്ങോട്ട് വളവായിട്ടും. ഓക്കെ, തിസ്അത്തുൻ. ഓക്കെ, 9. ഇനി അടുത്തത് പെൻസിൽ. മിർസം എത്ര ഉണ്ട്? واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية تسعة عشرة. അശറത്തുൻ. 10. പുള്ളി താഴെ ഉണ്ട് കേട്ടോ, ഏറ്റവും അടിയിൽ. ഓക്കെ, അഷറ എഴുത്. അഷറത്തുൻ. കഴിഞ്ഞപ്പോൾ ഇപ്പം എല്ലാം കഴിഞ്ഞു. ഈ പേജ് കഴിഞ്ഞില്ലേ? ഫുള്ള് കഴിഞ്ഞില്ലേ? ഓക്കെ.